ഇല്ലെങ്കിൽ നാട്ടുകാരൊക്കെ വന്നിട്ട് ആ നല്ല ചെടി ഇത് എവിടുന്നേ വാങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് പോവും. നിയ്യത്തുകൊണ്ടാണ് എല്ലാം വേർതിരിയുന്നത്. നിയ്യത്തുകൊണ്ടേ എല്ലാം വേർതിരിയുള്ളൂ. അപ്പോൾ നമ്മളെ പേരൻ്റെ മുമ്പിൽ ചുവന്ന നിറത്തിലുള്ള റോസാപ്പൂവിൻ്റെ ചെടി കുഴിച്ചിടുമ്പോൾ ഇത് പുണ്യനബിയുടെ ശരീരത്തിൻ്റെ വാസനയുള്ളതാണല്ലോ എന്ന് മനസ്സിൽ കരുതണം. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, ലോകത്ത് മുഅ്മിനീങ്ങളുടെ ഈമാൻ സംരക്ഷിക്കപ്പെടുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ട്, മഹാനായ ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജിലാനി റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു. അള്ളാഹിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയും എപ്പോഴും. ഗൗസുൽ ആലമിൻ്റെ എല്ലാ പ്രസംഗവും അള്ളാഹുവിനെ കുറിച്ചായിരിക്കും. 50,000 ആളുകളൊക്കെ പങ്കെടുക്കുന്ന സദസ്സാണ് ഗൗസുൽ ആലമിൻ്റെ സദസ്സ്. വയല് കേട്ടിട്ട് 5,000 ആളുകൾ 4,000 ആളുകൾ വയല് കഴിയുമ്പോഴേക്ക് ബോധം കെട്ടു വീഴും. അങ്ങനെ അള്ളാഹുവിനെ പറ്റി മാത്രം പറയുന്ന പ്രസംഗമാണ്. ഇപ്പോൾ അള്ളാഹിനെ പറ്റിയാണ് പറയാം. ഒരു ദിവസം മഹാനായ ഗൗസുൽ ആലം പുറത്തു പോയ സമയത്ത് വീട്ടിലൊരു കള്ളൻ വന്നു. അല്പം സാമ്പത്തിക ശേഷിയുള്ള ഒരാളായിരുന്നു ഗൗസുൽ ആലം. അപ്പോൾ വീട്ടിലൊരു കള്ളൻ വന്നിട്ട് അയാളിങ്ങനെ റൂം പരിശോധിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഗൗസുൽ ആലമും ശിഷ്യന്മാരും കൂടിയും കടന്നു വന്നു. അപ്പോൾ കള്ളൻ ഉടനെ കട്ടിലിൻ്റെ ചോട്ട് പോയിട്ട് ഒളിച്ചു. ഗൗസുൽ ആലം വന്ന് കട്ടിലുമേ ഇരുന്ന് തിൽമീദന്മാർ താഴെ ഇരുന്ന് നസീഹത്ത് ആരംഭിച്ചു. ഈ ലോകത്തെ എല്ലാ വസ്തുക്കളും അള്ളാഹുവിനെ അന്വേഷിക്കുകയാണ്. അള്ളാഹു ഇല്ല എന്ന് പറയുന്നവനും യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്നത് അള്ളാഹിനെ തന്നെയാണ്, തെരഞ്ഞിട്ട് കാണില്ല എന്നുള്ളൂ. ഒരാൾ അല്ലല്ല എന്നാ വാദിക്കണത്, അവൻ യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്നത് അള്ളാഹുവിനെ തന്നെയാണ്. ഓൻ തെരഞ്ഞിട്ട് കണ്ടില്ല എന്നുള്ളൂ. ഉദാഹരണമായി ഈ കട്ടിലിൻ്റെ തൊട്ട് ഒരു കള്ളുണ്ട് എന്ന് കരുതുക, ഓനും തെരണത് അള്ളാഹിനെയാണ്, ഓൻ തെരഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ല എന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നീച്ചിട്ട് പറഞ്ഞു, ഇനി എനിക്ക് കലിമ ചൊല്ലിത്തരി എന്ന് പറഞ്ഞു. അപ്പം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ഞാൻ പറഞ്ഞത്. അപ്പോഴേക്കുലംബുക്കെ പുതിയ ഇസ്ലാമീനെ അബ്ദാലന്മാരാക്കി മാറ്റി അയച്ചോവർ. വളരെ പെട്ടെന്നാണ് ആ മാറ്റം. അള്ളാഹുവിനെ പറ്റിയാണ് എപ്പോഴും ഗൗസുൽ ആലം പറയാം. ഇതാണ് ഒരു രീതി, അള്ളാഹുവിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈമാൻ സംരക്ഷിക്കുന്ന ഒരു രീതി. അതിൽ ധാരാളം ഇൽമുണ്ടാവും. അള്ളാഹുവിനെ പറ്റി പറയുന്ന രീതിയിൽ ഒരമണിക്കൂർ പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 50 കാര്യങ്ങളെങ്കിലും അതിലുണ്ടാവും. എന്നാൽ രണ്ടാമത്തെ ഒരു രീതിയുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെങ്ങനെ വർണ്ണിച്ചിട്ട് മുഅ്മിനീങ്ങളുടെ ഈമാൻ ശക്തിപ്പെടുത്തുന്ന ഒരു രീതി. അതാണ് മഹാനായ ഷെയ്ഖ് റിഫാഇ റളിയല്ലാഹു അൻഹു അവലംബിച്ചിട്ടുള്ളത്. അതിൽ ഇൽമ് വളരെ കുറവായിക്കാരം. ഇഷ്കിൻ്റെ വയല് പറഞ്ഞ ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. 2 മണിക്കൂർ വയല് പറഞ്ഞാൽ അവസാനം എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടാവില്ല. ഒരു ഫാത്തിമാവിയുടെ കഥയെ ബാക്കി ഉണ്ടാവുള്ളൂ. പിന്നെ എന്നാ എങ്ങനെ ഉണ്ടാകുന്നു, നല്ല ആളായിരുന്നു എന്ന് പറയും. എന്നിട്ട് എന്തേ മൂപ്പര് പറഞ്ഞു, അതൊന്നും പറയണ്ട, എന്താ അവിടുത്തെ ജനങ്ങൾ എന്ന് പറയും. പറഞ്ഞേ കിട്ടൂല. അത് ഇഷ്കിൻ്റെ പ്രസംഗം അങ്ങനെയാണ്. അതിൽ ഇൽമ് കുറവായിരിക്കും, മറ്റേതിൽ ഇൽമ് വളരെ കൂടുതലായിരിക്കും. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള കേരളത്തിൽ വന്ന ആളുകളൊക്കെ മുഅ്മിനീങ്ങളുടെ ഈമാൻ സംരക്ഷിച്ച് നിർത്തുന്നതിന് സ്വീകരിച്ച രീതി ഇഷ്കിൻ്റെ രീതിയാണ്. അതിലാണ് മൗലിദുകളും മാലപ്പാട്ടുകളൊക്കെ ആ രീതിയിലാണ് യഥാർത്ഥത്തിൽ വരിക. മഖ്ദൂം റളിയല്ലാഹു അൻഹു അതിൽ ഏറ്റവും പ്രധാനിയായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പാരമ്പര്യത്തിൽ വരുന്നവരൊക്കെ ആ ശൈലിയാണ് സ്വീകരിച്ചത്. മഖ്ദൂം റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളാണ്. ലോകത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പാരമ്പര്യത്തിൽ വരുന്നവരൊക്കെ അങ്ങനെയാണ്. ലക്ഷദ്വീപിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കുട്ടിയാൽ ഇസ്ലാം സ്വീകരിച്ച ആളുകളാണ്. ഇതേ ശൈലിയാണ് അവിടെ ഉണ്ടാവുക. മഹാനായ വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. സയ്യിദല്ല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളല്ല, ഉമർ ഖാദിയും തങ്ങളല്ല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പാരമ്പര്യത്തിൽ വരുന്ന ആളാണ്. ഇഷ്കാണ് അവരുടെ രീതി. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ ശൈലിയാണ്. ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു. റൗള ഷരീഫ് തുറപ്പിച്ച ആളാണ് ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു. ഒരു ദിവസം റൗള ഷരീഫിൻ്റെ അടുത്ത് ഇങ്ങനെ വഫാത്തിൻ്റെ മുന്നോടിയായി റൗളയുടെ അടുക്കൽ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ മഹാനായ ഷെയ്ഖ് റിഫായിക്കൊരാഗ്രഹം തോന്നി. പുണ്യനബിയുടെ കൈയൊന്ന് കിട്ടുകയാണെങ്കിൽ എനിക്കൊന്ന് മുത്തിയ തിരക്കടില്ല എന്ന് തോന്നിയപ്പോൾ ഒരു പാട്ട് പാടി. ഫിഹാലത്തിൽ ബുഅദി റൂഹി കുന്തു റുസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹദറത്
ഫംദുദു യദൈക ലികൈ തുഫ്ലാ ബിഹാ ശഫാതി. നബിയെ, അങ്ങകല വിദൂരമായ രാജ്യത്ത് നിന്ന് സാധുവായി അഹമ്മദ് അവൻ്റെ ആത്മാവിനെ എന്നും ഇങ്ങോട്ട് പറഞ്ഞേക്കാറുണ്ട്. നബിയെ, നിങ്ങളെ ഷറഫാക്കപ്പെട്ട കയ്യൊന്ന് തരികയാണെങ്കിൽ അഹമ്മദിൻ്റെ ചുണ്ടൊന്ന് ചേർത്ത് വെച്ച് മുത്തിക്കൂടെ എന്ന് പറയേണ്ട താമസം പുണ്യനബിയുടെ റൗദയിൽ നിന്ന് കൈ നീട്ടിക്കൊടുത്ത ആളാണ് സയ്യിദുന അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളിലും ഈ സംഭവം കാണാൻ പറ്റും. ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് റളിയല്ലാഹുവിൻ്റെ മനാഖിബ് പറയുന്ന കിതാബുണ്ട്. അതിൽ ഈ സംഗതി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മൗലിദ് കിതാബിൽ കാണുന്ന റിഫായി മൗലിദിലും ഈ സംഭവമുണ്ട്. ഈ ബൈത്തും അതിലുണ്ട്, മഹാനവർകൾ ചൊല്ലിയ ബൈത്ത്. ആ പാരമ്പര്യത്തിൽ വരുന്ന ആളാണ് മഹാനായ മഖ്ദൂം റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നബിതങ്ങളങ്ങനെ പറഞ്ഞിട്ട് ഇഷ്കിൽ ഈമാനിനെ നിലനിർത്തി. അതാണ് മങ്കൂസ് മൗലിദ്. അന്ത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു വസ്സലാമു അലാ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. വാപ്പാക്ക് വാപ്പയാകാൻ മാത്രമേ കഴിയൂ, ഉമ്മാക്ക് ഉമ്മയാകാൻ മാത്രമേ കഴിയൂ. ഒരു മനുഷ്യന് ഒരേ സമയം വാപ്പയും ഉമ്മയുമാകാൻ കഴിയുമെങ്കിൽ അത് മുഹമ്മദ് നബിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻത ഉമ്മുൻ അം അബു, നിങ്ങൾ ഞങ്ങളുടെ ഉമ്മയുമാണ്, അം അബു വാപ്പയുമാകുന്നു. മാ റഅയ്ന, ഞങ്ങൾ കണ്ടിട്ടില്ല, ഫീഹിമ ഉമ്മയിലും വാപ്പയിലും, മിസ്ല ഹുസ്നിക നിങ്ങളുടെ നന്മ പോലത്തെ നന്മ അവരിൽ കണ്ടിട്ടില്ല. മാതാപിതാക്കൾ കൈയൊഴിയുന്ന ഒരു രംഗം മനുഷ്യന് വരാണ്ട്, ആത്മഹർഷം തുടികൊട്ടുന്ന നാള്. അന്നത്തെ ഏക പ്രതീക്ഷയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പിയമ്മയും കൈയൊഴിയും. മുലകുടിക്കുന്ന പെണ്ണ് മുലകുടിക്കുന്ന കുട്ടിയെ തൊട്ട് അശ്രദ്ധമാകുമെന്ന് ഖുർആൻ പറഞ്ഞു. ഒരു പെണ്ണ് കുട്ടിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ മുല കൊടുക്കുമ്പോഴാണ്. എന്നാൽ യൗമ തദ്ഹലു കുല്ലു മുർദിയാത്തിൻ അമ്മാ അർളഅത് വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറന്നാസ സുകാരാ വമാ ഹും ബിസുകാരാ വലാകിന്ന അദാബല്ലാഹി ശദീദ്. യൗമ തദ്ഹലു കുല്ലു മുർദിയാത്തിൻ അമ്മാ അർളഅത്, മുല കൊടുക്കുന്ന പെണ്ണ് മുല കൊടുക്കുന്ന കുട്ടിയെ തൊട്ട് അശ്രദ്ധമാകുന്നൊരു ദിവസം വരാണ്ട്. അന്ന് ആദം നബി അലൈഹിസ്സലാം മുതലുള്ള എല്ലാവരും മക്കളെ കഴിയുകയും ആ ദിവസം തൻ്റെ ഉമ്മത്തിന് വേണ്ടി വിലപിക്കുന്ന ഒരേ ഒരു മനുഷ്യനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഉമ്മയെക്കാളും വാപ്പയെക്കാളും പ്രത്യേകമാണ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടായിരിക്കാം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വാപ്പാനെ വാപ്പാന്ന് വിളിക്കാതെ റസൂലേന്ന് വിളിച്ചത്. ഫാത്തിമ ബീവി തൻ്റെ ഉപ്പയെ യാ റസൂലല്ലാഹ് എന്നാണ് വിളിച്ചിരുന്നത്. ആയിഷ ബീവി ഭർത്താവിനെ യാ റസൂലല്ലാഹ് എന്നാണ് വിളിച്ചിരുന്നത്. വാപ്പ ഉമ്മ ഭർത്താവ് എന്നതിനേക്കാൾ വലിയ ബന്ധമാണ് റസൂൽ എന്നതിനുള്ളത്. അതുകൊണ്ടാണ് വാപ്പയിലും ഉമ്മയിലും. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, വാപ്പയും ഉമ്മയും നമ്മളെ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നവരാണ്. വാപ്പയമ്മ എന്താ കാട്ടിയത്? സ്വർഗത്തു നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാൻ ശ്രമിക്കുകയാണ്. അൻത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. സഹാബാക്കളൊക്കെ നബിതങ്ങളെ വിളിച്ചിരുന്ന പേര് ബദർ എന്നാണ്, ചന്ദ്രൻ. തിങ്കളാഴ്ചയാണ് നബിതങ്ങൾ വന്നത്. തിങ്കൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്നാണ് അർത്ഥം. എല്ലാം അല്ലാഹു തആല നേരത്തെ പ്ലാൻ ചെയ്തതാണ്. നബിതങ്ങൾ വന്നതിന് ശേഷം ആ ദിവസത്തിന് ആ പേരിട്ടതല്ല. പേര് നേരത്തെ തന്നെ തിങ്കളാഴ്ച എന്നാണ് അതിൻ്റെ പേര്.
അവൻ നേരത്തെ പ്ലാൻ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തിങ്കളാഴ്ച വന്നത് എന്നർത്ഥം. സഹാബാക്കളൊക്കെ നബിനെ ചന്ദ്രൻ എന്ന് വിളിച്ചു. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മാദാലില്ലാഹി ദാഇ. അതന്നെയാണ് മഖ്ദൂം തങ്ങളും പറഞ്ഞത്. അൻത തത്ലു ബൈനനാ ഫിൽ കവാകിബി കൽബുദുർ ബൽ വശറഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാം വസ്സലാമു അലാ റസൂൽ അശഫീൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ചന്ദ്രന് ഒരു പ്രത്യേകത ഉണ്ട്. അത് സൂര്യനിൽ നിന്ന് പ്രകാശം സ്വീകരിച്ചതിന് ശേഷമാണ് വിതരണം ചെയ്യുന്നത്. എന്നാൽ ലഭിതങ്ങൾ അങ്ങനെയല്ല. അതാണ് ബൽ വ അശ്റഫു, നിങ്ങൾ ചന്ദ്രനേക്കാൾ പ്രത്യേകതയുള്ളതാണെന്ന് പറഞ്ഞത്. ചന്ദ്രൻ സൂര്യനിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് വിതരണം ചെയ്യാം. നബിതങ്ങളെക്കുറിച്ച് മറ്റൊന്നിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് വിതരണം ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റൂല എന്ന് തോന്നിയപ്പോഴാണ് ബൽ വ അശ്റഫു മിൻഹു എന്ന് ചേർത്തത്. ആത്മഹർഷം തുടികൊട്ടുന്ന നാളിലെ ഏക പ്രതീക്ഷയാണ്. ആദം നബി മുതൽ എല്ലാ അമ്പിയാക്കളെടുത്തും മനുഷ്യന്മാർ ചെല്ലും. ഒന്ന് ശഫാഅത്ത് ചെയ്തിട്ട് ഹിസാബ് നടത്തിയാൽ മതി. ചെമ്പിൻ്റെ തറയിൽ നിന്ന് ഒരു ചാൺ ഉയരത്തിൽ സൂര്യൻ നിന്നിട്ട് കാലിൻ്റെ മുട്ടുവരെ വിയർപ്പുള്ളവരും അരവരെ വിയർപ്പുള്ളവരും ചെവി വരെ വിയർപ്പുള്ളവരും മൂക്ക് വരെ വിയർപ്പുള്ളവരും ഓരോ മനുഷ്യൻ്റെയും അമലിൻ്റെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങിത്താഴുന്നവരും മഹ്ശറയിലുണ്ടാവും. അവിടുത്തെ സംവിധാനം അങ്ങനെയാണ്. അപ്പോൾ നരകത്തേക്കായാലും വേണ്ടില്ല, ഇവിടുന്ന് ഒന്നാണ് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് തോന്നും. അങ്ങനെയാണ് ആദം വല്യാപ്പാൻ്റെ അടുത്തല്ല. വല്യാപ്പ പറയും, മക്കളെ ഇന്നെക്കൊണ്ടാവില്ല, പണ്ട് സ്വർഗത്തിൽ നിന്നൊരു കനി പറിച്ചതിൻ്റെ ബേജാർ എനിക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല. ഇബ്രാഹിം നബിയുടെ അടുത്തിയല്ലും മൂസാ നബിയുടെ അടുത്തിയല്ലും ഈസാ നബിയുടെ അടുത്തിയല്ലും അവസാനം എല്ലാവരും കൂടി അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് കായണപേക്ഷിച്ചുകൊണ്ട് കരഞ്ഞു പറയുമ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറയും, ഉമ്മത്തെ ഞാനത് ചെയ്യാം. അർശിൻ്റെ താഴെ പോയി സുജൂദിൽ കിടക്കും. മണിക്കൂറുകളോളം ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സുജൂദിനൊടുവിൽ അള്ളാഹു പറയും, മുഹമ്മദ് സൽത്തുഅ, മുഹമ്മദ് നബിയെ തല ഉയർത്തു, ആവശ്യം എന്താണെങ്കിൽ ചോദിച്ചോളൂ, നമ്മൾ തരാമല്ലോ. അപ്പൊ പറയും, പടച്ചോനെ നിന്റെ അടിമകൾ മഹ്ശറയിൽ നിന്നിട്ട് ആകെ അടങ്ങാറായിട്ടുണ്ട്, അവരെ ഒന്ന് വിചാരണ ചെയ്ത് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ തീരുമാനിക്കണം. അങ്ങനെയാണ് ഹിസാബിന് വേണ്ടി അള്ളാഹു വരുന്നത്. ഇറയോൻ വിചാരണ കണയും ഇരു കൈകൾ ചേതി മൊഴിയും കാലന്ന് സാക്ഷി പറയും കേട്ട് വിതുമ്പിക്കാരെയും റബ്ബേ ചതിച്ചല്ലോ എന്നെ ഹുബ്ബേ പൊറുക്കുമോ ഇന്നേ തേങ്ങിക്കാരഞ്ഞന്ന് വിള്ളും തേട്ടം പടച്ചോനും തള്ളും. എല്ലാവരും ഖേദിക്കുന്ന ദിവസമാണ്. ആയിഷ വസ്ത്രമില്ലാതെ മഹ്ശറയിൽ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ആളുകൾ പരസ്പരം ഔറത്ത് കാണൂല നബിയേ. ആയിഷ അൽ അംറു അശദ്ദു മിൻഹു, കാര്യം നീ ഉദ്ദേശിച്ചതിനേക്കാൾ ഗൗരവമാണ് ആയിഷ. അന്ന് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ ഔറത്ത് നോക്കുന്ന ദിവസമായിരിക്കില്ല ആയിഷ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ ദിവസം ഉമ്മത്തിന് വേണ്ടി കരയുന്ന ഒരു മനുഷ്യൻ, അതാണ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അല്ലാഹു തആല വിചാരണ ചെയ്തിട്ടാണ്
ഫരീഖും ബിൽ ജന്നതി ഫരീഖും ഫിസ്സഈർ എന്ന് പറയുന്നത് അന്നത്തെ ഏകരക്ഷ. അന്ത മുൻജീനാ ഗദൻ മിൻ ശഫാഅതിക സഫാ മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ദുനിയാവിൽ വെച്ചുകൊണ്ട് ദിവസത്തിൽ 2 പ്രാവശ്യം നിങ്ങളുടെ അമലുകൾ എനിക്ക് വെളിവാക്കപ്പെടുമെന്നും എല്ലാ ദിവസവും 2 പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുമെന്നും ഹബീബുനാ റസൂലുള്ളാഹി. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം നമ്മൾ ചെയ്യുന്ന എല്ലാ പരിപാടിയും നബിതങ്ങൾ കാണും. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ആ രംഗം. നമ്മൾ എത്ര രഹസ്യമായി, നമ്മൾ എത്ര സ്വകാര്യതയിൽ ചെയ്യുന്ന കാര്യക്കാരം ദിവസം 2 നേരം നബിതങ്ങൾ കാണാം. വാപ്പയാണെങ്കിൽ 3 പ്രാവശ്യം മദ്യം പറയുള്ളൂ. അങ്ങേപുരത്തെ പെരെ പോയിട്ട് കച്ചറുണ്ടാക്കിയാൽ ആദ്യത്തെ പ്രാവശ്യം വാപ്പ പോയി മദ്യം പറഞ്ഞാണ്ട് പോരും. 2ാമത്തെ ദിവസം നമ്മളെ കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞാണ്ട് പോയിട്ട് മദ്യം പറഞ്ഞിട്ട് പിന്നെയും പോരും. 3ാമത്തെ ദിവസം നമ്മളെ പെരടിക്ക് 4 തരും ചെയ്യും. പിന്നെ കുറേ നേരത്തിനൊന്നും ഉണ്ടാതിരിക്കും. അവസാനം വൈകുന്നേരം ആകുമ്പോൾ പോയിങ്ങാണ്ട് മദ്യം പറഞ്ഞു പോരും. 4ാമത്തെ ദിവസം നമ്മളെ പെരേന്ന് പുറത്തേക്കണ്ട് ഇറക്കും. എന്നാൽ എല്ലാ ദിവസവും 2 തവണ നമുക്ക് വേണ്ടി മദ്യം പറയുന്ന ഒരേ ഒരു മനുഷ്യനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ശരീരത്തിൻ്റെ പ്രകൃതിയുടെ ഭാഗമായി തന്നെ മുഹമ്മദ് നബിയോടുള്ള മഹബത്ത് വരണം. നമ്മുടെ ശരീരപ്രകൃതി തന്നെ നബിതങ്ങളെ മഹബത്ത് വെക്കുന്ന അവസ്ഥയിലേക്ക് മാറണം. ഫിആലി ആയാൽ പോരാ, ഇൻഫിആലി ആവണം. അത് നമ്മുടെ ശരീരത്തിലും മജ്ജയിലും രക്തത്തിലും ഊട്ടപ്പെടണം. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്നതാണ്. ചില ആൾക്കാർക്ക് മക്കളോട് പേരക്കുട്ടികളോട് ഭയങ്കര ഇഷ്ടീകാരം, ചില വയസ്സന്മാർക്ക്. അപ്പോൾ വൈകുന്നേരത്തെ അങ്ങാടി ചെന്നാൽ കാൽച്ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പേരക്കുട്ടികളെ പറ്റിയിട്ടാണ് പറയാം. ഇന്ന് വൈകുന്നേരത്തിൻ്റെ പേരക്കുട്ടി സ്കൂൾ ഇട്ട് വന്നപ്പോഴേ എന്ന് പറഞ്ഞാൽ തുടങ്ങും. എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമാണെന്ന് അർത്ഥം. ഇഷ്ടമുള്ളതിനെക്കുറിച്ച് എപ്പോഴും പറയും. അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണ്. ഇഷ്ടമുള്ളതിനെക്കുറിച്ച് എപ്പോഴും പറയും. എങ്കിൽ നബിതങ്ങളോട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണെങ്കിൽ എപ്പോഴും പറയണം. മൗലാന ഷൗക്കത്ത് അലിയോട് തൻ്റെ ഉമ്മ കൊടുത്ത ഉപദേശമായിരുന്നു, മോനെ നിന്റെ ഇൽമിൽ വെച്ച് ഏറ്റവും വലിയ ഇൽമ് അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ചുള്ള ഇൽമായിരിക്കണം എന്ന്. ഷൗക്കത്ത് അലിക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്തെങ്കിലും പുതിയൊരു വിവരം പഠിച്ചാൽ, ഉദാഹരണം ഈ സാധനത്തിൻ്റെ പേര് മൈക്കയാണെന്ന് മനസ്സിലായാൽ ഉടനെ ഒരു ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് നബിതങ്ങളെ പറ്റി എന്തെങ്കിലും പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഇൽമ പഠിക്കും. തൻ്റെ ഇൽമിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ചുള്ള ഇൽമായിരിക്കണമെന്ന് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു. സാരേ ജഹാം സെ അച്ഛയുടെ രചയിതാവായ സർ സയ്യിദ് ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ പറഞ്ഞു, ഇന്ത്യയെ ഞാൻ ഇഷ്ടപ്പെടുന്നു കാരണം എൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവുകൊണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്നു. സാരേ ജഹാം സെ അച്ഛ എഴുതിയ മുഹമ്മദ് ഇഖ്ബാൽ ഇന്ത്യയെ സ്നേഹിക്കാനുള്ള കാരണം മുഹമ്മദ് നബി നാവുകൊണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അവിടേക്ക് യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് എന്ന് ആലോചിക്കണം. അള്ളാഹിൻ്റെ റസൂൽ വഫാത്താകാൻ കിടക്കുന്ന സമയത്ത് സ്വഹാബാക്കൾ ചികിത്സിച്ചു, വിവിധ മരുന്നുകൾ കൊടുത്ത് ചികിത്സിച്ചപ്പോൾ പറഞ്ഞതാണ്, എനിക്കിത് മരണത്തിൻ്റെ രോഗമാണ്, എന്നെ നിങ്ങൾ ചികിത്സിക്കേണ്ടതില്ല. ഇതേ രോഗം മറ്റാർക്കെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യൻ ഉഴുതുകൊണ്ട് അവരെ നിങ്ങൾ ചികിത്സിക്കുക. അതാണ് ഇന്ത്യ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത്. എൻ്റെ നബി ഷറഫാക്കപ്പെട്ട നാവ് കൊണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്നു, അതിനാൽ ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് സ്നേഹം എന്ന് പറഞ്ഞത്. എല്ലാറ്റിനും ഒരു കാരണം വേണം. റോസാപ്പൂവിനെ നമ്മൾ സ്നേഹിക്കേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പിൻ്റെ ഗന്ധമുള്ളതാണത് എന്ന നിലയിലാണ് അങ്ങനെ സ്നേഹിക്കേണ്ടത്. എല്ലാം അങ്ങനെ തന്നെയാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയല്ലാതെ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ല. എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടില്ല. ഖബറുള്ള സ്ഥലത്ത് വെച്ച്, താൻ മറവ് ചെയ്യപ്പെട്ട സ്ഥലത്ത് വെച്ച് 40,000 ഖത്തം ഓതി തീർത്ത ആളാണ് അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ ഖബറുള്ള ആ സ്ഥലത്ത് ഇരുന്നിട്ട് 40,000 ഖത്തം തീർത്തിട്ടുണ്ട്. മദീനയിലെ മുദരിസായിരുന്നു. ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന് ഖസീദത്തുൻ നുഅ്മാനിയ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, ഒരു ബൈത്തുണ്ട്, ഒരു പാട്ട്. ആ പാട്ടിൻ്റെ അവസാനത്തിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലേ, അങ്ങയോടുള്ള മഹബത്തല്ലാതെ ഈ അബൂ ഹനീഫാക്ക് മരിച്ചു വരുമ്പോൾ കൊണ്ടുവരാൻ ഒന്നുമില്ല റസൂലേ. അങ്ങയോടുള്ള മഹബത്തല്ലാതെ അബൂ ഹനീഫാക്ക് മരിച്ചു വരുമ്പോൾ കൊണ്ടുവരാൻ ഒന്നുമില്ല.